നമുക്ക് പിന്നെ സംസാരിക്കാം. ചെല്ലേ. എന്തൊക്കെയാടാ ഞാൻ ഈ കാണുന്നേ? ചേച്ചി, എന്തൊക്കെ അപകടമാണോ നീ വരുത്തി കൂട്ടാൻ പോകുന്നേ? പത്മയുടെ കണ്ണീര് കണ്ടപ്പോ അറിയാതെ പറ്റിപ്പോയതാ ചേച്ചി. ദൈവമേ, ഇതെങ്ങാനും അറിഞ്ഞ ഈ കോവിലകത്ത് ഒരു കൊടുങ്കാറ്റ് ആഞ്ഞടിക്കാൻ പോകുന്നേ. എന്ത് ചെയ്യൂ എന്റെ ഈശ്വര? ചേച്ചി എന്താ എന്നോട് ഇത്ര അത്യാവശ്യമായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു? കുറച്ച് ഗൗരവമുള്ള കാര്യം തന്നെയാ. ഞാനേ പത്മയോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അവളും കൂടി ഇങ്ങോട്ട് വരട്ടെ, എന്നിട്ട് പറയാം. എന്തിനാ ചേച്ചി? എന്തിനാ ഈ മുഖവരൊക്കെ? ഞാൻ നിന്റെ ചേച്ചിയാ. കാര്യങ്ങളൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഇതിലെന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവണം. ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. പത്മ വരുന്നുണ്ട്. പത്മേ, ഞാൻ പത്മയെയും പ്രതാപനെയും ഇങ്ങോട്ട് വിളിപ്പിച്ചത് നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിലുള്ള കാര്യങ്ങള് എനിക്കറിയാനാ. എല്ലാം എന്നോട് തുറന്നു പറഞ്ഞേ പറ്റൂ. എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത് പത്മയോടാ. പത്മയ്ക്ക് എന്താ പ്രതാപനോടുള്ളത്? സാധാരണ ഒരാളോടുള്ള ഇഷ്ടമാണോ അതോ പ്രണയമാണോ? ചോദിച്ചത് കേട്ടില്ലേ പത്മേ? ഇത് വളരെ ഗൗരവമുള്ളൊരു കാര്യമായതുകൊണ്ടാ ഞാനിങ്ങനെ ചോദിക്കുന്നേ. എന്താ മിണ്ടാത്തെ? പത്മയ്ക്ക് പ്രതാപനോട് പ്രേമമാണോ എന്നാ എനിക്കറിയണ്ടേ. പറ. അത് എന്താന്ന് എനിക്കറിയില്ല. ആഹാ, അങ്ങനെ പറഞ്ഞ പറ്റുമോ? നിങ്ങൾ തമ്മിലേ ഇഷ്ടമാണോ എന്നാ ഞാൻ ചോദിച്ചേ. പറയേ പത്മേ. പ്രതാപേട്ടനെ എനിക്കിഷ്ടമാണ്. എനിക്ക് പ്രതാപേട്ടയില്ലാതെ ജീവിക്കാൻ പറ്റില്ല. പ്രതാപേട്ടനെ മറക്കണമെന്ന് മാത്രം എന്നോട് പറയരുത്. പ്രതാപേട്ടനെ മറക്കണമെങ്കിൽ ഞാൻ മരിക്കണം. വരും വരായികൾ ആലോചിച്ചിട്ടാണോ പത്മ ഈ പറയുന്നേ? ഞാനൊന്നും ആലോചിച്ചിട്ടില്ല. ഇതിന്റെ പേരിൽ എന്ത് വന്നാലും എനിക്ക് പ്രശ്നവുമില്ല. ഞാൻ പ്രതാപേട്ടന്റെ ഒപ്പേ ജീവിക്കും. എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പു തരുന്നു. ഈ ബന്ധത്തിന് ആരൊക്കെ എതിർത്താലും
നിങ്ങളോടൊപ്പം ഞാനുണ്ടാവും. എന്നെ വിശ്വസിക്കാം. പത്മ പൊയ്ക്കോ. വരുന്നത് വരട്ടെ, അപ്പൊ കാണാം. എന്തായാലും ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. പ്രതാപ, ഹൃദയം നിറയെ മകളെ കൊണ്ടുവരുന്നൊരച്ഛന്റെ ഹൃദയത്തിൽ തന്നെ ചവിട്ടിയിലൂടെ നീ. പെരുവിരൽ ഗുരുദക്ഷിണയായി ചോദിച്ച ദ്രോണരൊന്നുമല്ല മഹാദേവർമ്മ. പക്ഷേ നീ എനിക്ക് തരാൻ ഉദ്ദേശിച്ച ഗുരുദക്ഷിണ ഇതായിരുന്നല്ലേ? ഇതിൽ തനിക്ക് വല്ല പങ്കുകൊണ്ടോട് വേണോ? കാലം പോയതും കാറ്റു മാറി വീശിയതൊന്നും ഞാൻ അറിഞ്ഞില്ല. സ്നേഹിച്ചു പോയെന്നുള്ള ഒരൊറ്റ തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ. സ്നേഹം തെറ്റാണെന്ന് ഒരു പ്രവാചകനും ഒരിടത്തും പറഞ്ഞിട്ടില്ല.